ഗൈസ്, വെൽക്കം ടു റോക്കോറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിനെ കുറിച്ചുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരികയാണ്. എൻ്റെ സ്കിൽസ്, എനിക്ക് അത്ര വലിയ സ്കില്ലൊന്നും ഇല്ല, ചെറിയ ചെറിയ സ്കിൽസ്. ഞാനാണെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച് നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഒരു 4 കൊല്ലമായി കാണും. 4 കൊല്ലം ഫുട്ബോള് എങ്ങനെ കളിക്കേണ്ടത് മനസ്സിലായിട്ട്. കാരണം അതിന് മുമ്പൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ 4 കൊല്ലം കൊണ്ട് പഠിച്ച സ്കിൽസൊക്കെയാണ് കാണിക്കുന്നത്. ഇടയ്ക്കൊക്കെ തെറ്റിപ്പോവും, ചിലപ്പോൾ തെറ്റിപ്പോയിരിക്കും. ആരും കളിയാക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ഇരിക്കുന്നവരെല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദൈവം ശിക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ പൊന്നുമക്കളെ കമൻറ്റ് ബോക്സ് ഒന്ന് എന്നെ പൊങ്കലിടുന്നു. എന്തായാലും നമുക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുട്ബോൾ വെച്ചിട്ടാണ് ഇത് എത്ര പഴക്കമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ പണ്ടത്തെ ഒരു കാണിച്ചാൽ, ഇത് ഫുട്ബോൾ എന്ന് പറയാനായിട്ട് ഇത് മറ്റേ നല്ല കട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വെച്ചിട്ടായിരുന്നു പണ്ട് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. ഇത് വേസ്റ്റ് പൊക്കട്ടെ. പക്ഷേ നമ്മൾ പണ്ടത്തെ ഒന്നും മറക്കരുത്. അതുകൊണ്ട് ഇത് ഇവിടെ ഇരുന്നോട്ടെ. നമ്മൾ എന്തായാലും ഇനി ഇതും കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ എൻ്റെ സ്കിൽസാണ് കാണിക്കുന്നത്. ഇങ്ങനെ കുറേ സ്കിൽസൊക്കെ ഉണ്ട് എനിക്ക്. ഇതൊക്കെ ഇതിൻ്റെ ഷോട്ട് ഭയങ്കര ഇതാണ്. കാലൊക്കെ ഒരു ദിവസം മുറിഞ്ഞു പോയതാണ്. അപ്പോൾ തുടങ്ങല്ലേ. ആദ്യം തന്നെ സ്കില്ലാണോ അതോ വേറെ എന്തെങ്കിലും ഉള്ളതെന്ന് ചോദിക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് തന്നെ ചെയ്യാം. അപ്പോൾ സ്കില്ല് ചെയ്യാൻ പോവുകയാണ്. ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന സ്കില്ലാണ്. ഇതൊക്കെ പക്ഷേ എൻ്റെ ഇത് പുതിയൊരു സ്കില്ലാണ്. ഞാൻ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഇന്ന് ന്യൂ ഇയറിൻ്റെ രാത്രിയാണ്. അതായത് 2025 ലാസ്റ്റത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നെങ്കിലും എനിക്കിത് ചെയ്യണം. 2025 ലാസ്റ്റ് ഷോട്ടിൻ്റെ ഓർമ്മയായിട്ട്. അപ്പോൾ ഞാനിത് ചെയ്യുവാണ്. ഷോട്ട് അല്ല, വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ കാണിച്ചു കൂട്ട് സ്കില്ല്. അടുത്തത് നമ്മുടെ ഡിഫൻസ് നോക്കുകയാണ്. അറ്റാക്കർ ആയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ ആരും ഇല്ലായിരുന്നു, അല്ലെ ഞാൻ നന്നായിട്ട് പറഞ്ഞു തന്നെ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം പണ്ട് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പണ്ട് ഞാൻ ബോളിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് ബോൾ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ബോളിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കുറേ ആൾക്കാരെന്നെ പണ്ട് പറ്റിക്കാറുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരിക്കും. എന്തായാലും കാണുവാണെങ്കിൽ അവർ കേട്ടോളൂ. ഇനി നിങ്ങൾ എൻ്റെ കയ്യിൽ ബോൾ എടുക്കാൻ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞെന്ന് അവർ കേൾക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗോൾ അടിക്കാനായിട്ട് നിൽക്കുന്നൊരു ട്രിക്കാണ്. എൻ്റെ 2 സൈഡിൽ ആൾക്കാരുണ്ട്. അവരെന്നെ വെട്ടിക്കാൻ നോക്കുകയാണ്. ബോൾ എൻ്റെ കയ്യിലാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഫുൾ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും ആകാൻ പോകുന്നില്ല. ആദ്യം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആൾ നിങ്ങളുടെ അടുത്തോട്ട് വരും. 2 പേരോട് നിങ്ങളിത് പുറയിലോട്ട് ഇടണം. എന്നിട്ട് ഇപ്പുറത്തോടെ എടുത്തതിന് ശേഷം ഇങ്ങനെ അടുത്ത ആൾക്ക് പാസ് ചെയ്യണം. അല്ലാതെ 2 പേരും നിങ്ങൾ ഒറ്റയാണെങ്കിൽ അത് നിങ്ങൾ എന്തോ ചെയ്യേണ്ട, ഇവിടെ ഇരിക്കുന്ന ഇത് ഫ്രണ്ടിലോട്ട് ഇറക്കിയതിൻ്റെ ശേഷം ഇതിങ്ങനെ അടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടതിൻ്റെ ശേഷം ഓടിപ്പോയി അവിടെ നിന്ന് എടുത്ത് ഗോൾ അടിക്കണം. ആ ഒരു ട്രിക്ക് കൂടെയാണ്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്,
അതും എൻ്റെ ട്രിക്ക് ജിഗിൾ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല. ഇത്രയും ജിഗിളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക്. ഒരു 4, 6 എൻ്റെ മണ്ടക്കൂട്ട് ഞാൻ പോകത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ എല്ലാവരും കാണിക്കാനായിട്ടൊരു പുതിയൊരു ട്രിക്ക് എടുത്തായിരുന്നേ. ഇപ്പൊ കാണിച്ചു തരാവേ. ഇപ്പോൾ ഈ 4 സൈഡിലും ആൾക്കാരാണ് വിചാരിച്ചോ. എല്ലാവരും കൂടെ ബോളി വന്ന് നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ട് എന്തായാലും അങ്ങനെയൊന്നും അടിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ അടിക്കാൻ പറ്റും. അല്ലെ അറിയുന്നവരാണെങ്കിൽ ഇങ്ങനെയൊന്നും അടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ടെസ്റ്റ് കാണിച്ചു തരാവേ. വേറെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിൽസ് എന്ന് പറയാൻ അത്ര വലിയ സ്കിൽസ് ഒന്നും ഇല്ല. ഞാൻ പണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഭയങ്കര പാടാണ് ഗൈസ്. അയ്യോ ഞാൻ തന്നെ സ്വയമായിട്ട് നടയിട്ടിട്ട് ഞാൻ നടയിട്ടെന്ന് പറയുന്നത് കാണിച്ചു തരാവേ. ഇത് ഇങ്ങോട്ട് അടിച്ചിട്ട് നടയിടുന്ന കാണിച്ചു തരാം. ഞാൻ നടയിട്ടേ. ഇങ്ങനെ കുറേ ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്കില്ല് പഠിക്കാനുണ്ട് ഗൈസ്. ഇഷ്ടംപോലെ സ്കില്ലുണ്ട്. ഞാനിത് കാണിച്ചു തന്ന ഒന്നുമല്ല ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം തന്നെ എല്ലാവരോടും പറയാനുള്ളത് ആരും ഇങ്ങനെ അടിക്കരുത്. അങ്ങനെ അടിക്കുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ഭാഗം വെച്ചാണ് അടിക്കേണ്ടത്. ഇവിടെ അല്ല, ഇവിടെ ഈ ഭാഗം വെച്ച്. ചിലവർക്കൊന്നും അറിയത്തില്ല. ഞാൻ പണ്ട് അങ്ങനെയല്ല അടിച്ചിരുന്നത്, ഇങ്ങനെയായിരുന്നേ. പൊക്കി അടിക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല പൊക്കി അടിക്കുന്നത്. ഇതൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുള്ള ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. പക്ഷെ പൊട്ടത്തൊന്നുമില്ല. അപ്പോൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. എന്നാലും ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സ് തികയാൻ പോവുകയാണ്. എല്ലാവരും അടുത്ത വർഷം ജനുവരി അവസാനിക്കുന്നതിൻ്റെ മുമ്പ് 300 അടിക്കുമെന്ന് നമുക്ക് നോക്കാം. അടിക്കുവാണെങ്കിൽ ഞാൻ ഒരു ഗീവ് നടക്കുന്നുണ്ട്. ഗീവ് അവേക്കകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോളൂ. ഗീവ് അവേക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ലാതെ വേറെ ചെയ്യുക, ഇങ്ങനെ റിവ്യൂസ് ചെയ്യുക, അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തോ ഗീവ് അവേന് നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞാൽ മതി. ഇത് ഫ്രീ ഫയർ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഗീവ് അവേയും കൂടെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും 300K അടിക്കുമ്പോൾ, 300Kയോ അതൊക്കെ കുറേ കാലം എടുക്കും മക്കളെ. 300 സബ്സ്ക്രൈബേഴ്സ് അടിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളേ. ഇത് സ്പെഷ്യലാണ്. എൻ്റെ ചാനലിൽ 40 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ, അതായത് 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 അല്ല 40 ആണ്. ആ സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ ഞാൻ കേക്ക് വാങ്ങിച്ച് മുറിക്കാൻ വരെ നോക്കിയതാണ്. കാരണം എനിക്ക് 4 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങിയതാണ് ചാനലിൻ്റെ വരെ. അപ്പോൾ എനിക്ക്
11 വയസ്സായി. 11 വയസ്സ് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 12 വയസ്സാവും. അപ്പോൾ ഭയങ്കര പാടാണ് ഗൈസ് ചാനൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഈ കുറേ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈ ചാനലൊക്കെ എന്ത് ഈസി, നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഈസി ആയിട്ട് കൂടുമെന്നൊക്കെ തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത്. പണ്ട് തൊട്ടേ എനിക്കൊരു 10 സബ്സ്ക്രൈബേഴ്സ് അടിച്ചപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇവിടെ ഇരുന്ന ക്രീമും എല്ലാം വെച്ചിട്ട് ചുമ്മാ ഒരു കേക്ക് ഉണ്ടാക്കി തരും. അത് കഴിഞ്ഞ് 2 ദിവസം വൈകിട്ടൊക്കെ വരും. അത് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ടൈം നിങ്ങൾ കമൻറ്റ് ചെയ്യേ. പിന്നെ തൊട്ട് നമ്മൾ ആ ടൈമിനെ വീഡിയോ എടുക്കുന്നുള്ളത്. ഞാൻ കുറേ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറേ ലെങ്തായി പോകും, നിങ്ങളുടെ ടൈം കുറേ വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ ഈ വേസ്റ്റ് എന്ന് പറയുന്ന ടൈം വരെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുക, അത് നിങ്ങൾ ആലോചിച്ചില്ല. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗോ.